ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അവന്തികയും അജയനും തമ്മിലുള്ള ഫോണിൽ സംസാരം അർച്ചന കേൾക്കുന്നുണ്ട്. അജയൻ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് അവന്തികയോട് സംസാരിക്കുന്നത്. കുറച്ച് ക്യാഷാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഭീഷണിപ്പെടുത്തുവാണോ എന്ന് അവന്തിക അജയനോട് ചോദിച്ചപ്പോൾ അജയൻ പറയുന്നുണ്ട്, ഭീഷണിപ്പെടുത്തുവല്ല ചേച്ചി, അവസ്ഥയാണേ. അല്ലെങ്കിൽ തന്നെ എൻ്റെ ഭാര്യയുടെ ചേച്ചിയെ ഞാനെന്തിനെ ഭീഷണിപ്പെടുത്തണം? നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കേണ്ടവരല്ലേ. 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ വിളിക്കാം, അപ്പോൾ ഞാൻ പറയാം പൈസയായിട്ട് എവിടെ വരണമെന്ന്. എന്നാൽ പിന്നെ ശരി ചേച്ചി, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അജയൻ ഫോൺ വെച്ചു. അവന്തികയുടെ മുഖത്തെ ടെൻഷൻ അർച്ചന ശ്രദ്ധിക്കുന്നുണ്ട്. അവന്തിക അജയൻ പറഞ്ഞതിനെ പറ്റി ആലോചിച്ച് ഇങ്ങനെ സോഫയിലിരിക്കുകയാണ്. അവന്തികയുടെ പിന്നിൽ അർച്ചന വന്ന് നിന്ന് നോക്കുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവന്തിക മറ്റൊരാളെ വിളിക്കുന്നു. മാർട്ടൻ എന്ന ഒരാളെയാണ്. മാർട്ടൻ, ഞാനിപ്പോൾ വിളിച്ചത് ഇന്ന് 6 മണിക്ക് മുമ്പ് ഒരാളെ പോക്കണം. 10 ലക്ഷം രൂപ അവൻ്റെ കയ്യിലുണ്ടാകും. അതും പിടിച്ചു വാങ്ങിച്ച് വല്ല പൊട്ടക്കിണറ്റിലോ പാറക്കുളത്തിലോ താഴ്ത്തിക്കണം അവനെ എന്നും അവന്തിക മാർട്ടനോട് പറയുന്നുണ്ട്. ഇത് അർച്ചന കേൾക്കുന്നുണ്ടായിരുന്നു. ശേഷം അർച്ചന ഫോൺ വെച്ചിട്ട് ഒരു ചിരിയോടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവന്തിക അവിടെ നിന്ന് മെണ്ണിച്ചു പോയ സമയം അർച്ചന അവിടേക്ക് വന്നിട്ട് അവന്തിക വരുന്നോ എന്ന് നോക്കിയതിന് ശേഷം അവന്തികയുടെ ഫോൺ എടുക്കുകയാണ്. അവന്തികയുടെ ഫോൺ റിങ് ചെയ്യുമായിരുന്നു. വൈബ്രേറ്റിലാണ് ഇട്ടിരുന്നത്. ആ ഫോണുമായിട്ട് അപ്പുറത്തേക്ക് പോവുകയാണ് അർച്ചന. കിച്ചണിലേക്ക് പോയി മാറി നിന്ന് അവന്തിക കേൾക്കാതെ ഫോൺ എടുക്കുന്നുണ്ട്. അജയൻ പറയുന്നു, ചേച്ചി ആലോചിച്ചോ? ആലോചിച്ചാലും ഇല്ലെങ്കിലും 1/2 മണിക്കൂറിനകം സിവിൽ സ്റ്റേഷന് പുറകിൽ അടഞ്ഞു കിടക്കുന്ന ഒരു തറവാടുണ്ട്. ക്യാഷ് അവിടെ എത്തിക്കണം. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ മറ്റാരും കാണാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനും അവിടെ ഉണ്ടാകും. ചേച്ചി പേടിക്കണ്ട. ഞാൻ ചേച്ചിയെ കൂടുതൽ ബുദ്ധിമുട്ടിക്കെത്തൊന്നുമില്ല. വേഗം ക്യാഷുമായി പുറപ്പെട്ടോളൂ, ഞാൻ അവിടെ നിൽക്കാം എന്നും അജയൻ പറയുന്നു. അപ്പോൾ മൗനം സമ്മതം എന്ന് കരുതി അനിയൻ ഫോൺ വെക്കുകയാണേ എന്ന് പറഞ്ഞ് അജയൻ ഫോൺ വെച്ചു. എല്ലാം ഒന്നും മിണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കായിരുന്നു അർച്ചന. അവന്തിക വരുന്നോ എന്ന് നോക്കിയിട്ട് അതുപോലെ അർച്ചന ഫോൺ കൊണ്ടുപോയി തിരികെ വെച്ചു. ഉടൻ അർച്ചന സച്ചിയെ വിളിച്ചു. പിന്നീട് കാണിക്കുന്നത് അജയൻ പറഞ്ഞ ആ സ്ഥലത്തെത്തിയിരിക്കുകയാണ് സച്ചിയും അർച്ചനയും. ഇത് തന്നെയാണോ തൻ്റെ ഫ്രണ്ട് ഫോണിൽ വിളിച്ച് പറഞ്ഞ സ്ഥലം എന്ന് സച്ചി അർച്ചനയോട് ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇത് തന്നെയാണ് സ്ഥലമെന്ന്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവിടെ കുറെ ഓടൊക്കെ പൊളിഞ്ഞു കിടക്കുകയായിരുന്നു ആ ഉമ്മറത്ത്. അർച്ചനയും സച്ചിയും ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പതിയെ അകത്തേക്ക് വന്നു. അവിടെയും കുറെ ഓടുകൾ പൊളിഞ്ഞു കിടക്കുന്നതായി കാണുന്നുണ്ട്. പതിയെ സച്ചി അപ്പുറത്തെ റൂമിലേക്ക് നോക്കുന്നുണ്ട്. അർച്ചന അവിടെ നിന്ന് അങ്ങോട്ടേക്കും നോക്കുന്നു. അപ്പോഴേക്കും സച്ചിയേട്ടാ എന്നൊരു വിളി മാത്രമാണ് കേൾക്കുന്നത്. പെട്ടെന്ന് അർച്ചനയുടെ കഴുത്തിൽ അജയൻ കത്തി വെച്ചിരിക്കുന്നു. സച്ചി തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ഞെട്ടലോടെ നിൽക്കുകയാണ് സച്ചി. അർച്ചനയും പേടിച്ച് ഭയന്ന് നിൽക്കുന്നു. അജയ എന്ന് സച്ചി വിളിച്ചു. രക്ഷിക്കാനാണെങ്കിൽ വരണ്ട എന്ന് അജയൻ പറയുന്നു. എല്ലായിടത്തും അപ്രതീക്ഷിതമായി എത്തി. എല്ലാവരെയും രക്ഷിക്കുന്ന ഇവിടെയും എത്തി. ഇനി ഇവള് പുറത്ത് പോവില്ല എന്ന് അജയൻ പറയുന്നു. നിനക്ക് ജീവൻ പോണെങ്കിൽ നീ പോകാൻ നോക്കുന്നത് സച്ചിയോട് പറയുകയാണ് അജയൻ. നീ അർച്ചന ഒന്നും ചെയ്യരുത്, നമുക്ക് സംസാരിക്കാമെന്ന് സച്ചി പറഞ്ഞതും ചിരിച്ചുകൊണ്ട് അജയൻ പറയുന്നു, എന്ത് സംസാരിക്കാൻ? എനിക്കൊന്നും സംസാരിക്കാനില്ല. സച്ചി മോൻ ഇവിടെ അങ്ങ് മറന്നേക്ക്. ഇവളെന്നെ ജീവിക്കണ്ട. എൻ്റെ കത്തിമുനയിൽ ഇവള് വന്ന് കയറിയിട്ടും ഞാൻ ഇവളെ വെറുതെ വിടണം അല്ലേ? അങ്ങനെ ഒരു മണ്ടനാവാൻ എനിക്ക് താല്പര്യമില്ലടാ. പേടിച്ചു നിൽക്കുകയാണ് അർച്ചന. അർച്ചനയുടെ ആ ഭയം കണ്ട് സന്തോഷിക്കുകയാണ് അജയൻ. ഇപ്പോൾ നിന്റെ കൺമുന്നിൽ മരിച്ചു വീഴും ഇവള്. കൊല്ലൂടാ ഞാൻ ഇവളെ എനിക്ക് അജയൻ പറയുന്നു. അജയ വേണ്ട എനിക്ക് സച്ചി പറയുന്നുണ്ടെങ്കിലും ഒരു ഭ്രാന്തനെ പോലെ പൊട്ടിച്ചിരിക്കുകയാണ് അജയൻ. പെട്ടെന്നാണ് തോക്കുമായി അവരവിടെ എത്തിയത്. പോലീസിനോടൊപ്പം തന്നെ അനൂപം ഉണ്ടായിരുന്നു. അജയന്റെ കാലിൽ വെടിവെച്ചിടുകയാണ് അവർ. പെട്ടെന്ന് തന്നെ പോലീസ് വന്ന് ആ അജയനെ കൊണ്ടുപോകുന്നുണ്ട്. അജയന് കാലിൽ ഷൂട്ട് ചെയ്തത് കൊണ്ട് തന്നെ എങ്ങോട്ടേക്കും ഓടാനും സാധിക്കില്ല. പോലീസ് അജയന്റെ കരണത്തടിച്ചിട്ട് പറയുന്നു, ആയുഷ്കാലം മുഴുവനും ഒളിഞ്ഞു കഴിയാമെന്ന് നീ വിചാരിച്ചല്ലേടാ? ഇവനെ കൊണ്ടുപോയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പോലീസ് അജയനെ കൊണ്ടുപോയി. നിങ്ങളെ സഹകരണത്തിന് നന്ദിയുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് സ്റ്റേഷനിൽ വെച്ച് സംസാരിക്കാം. നിങ്ങൾ അങ്ങോട്ട് വാ എന്ന് പോലീസ് അവരോട് പറയുന്നു. എന്നാൽ കുറച്ച് മുന്നേ നടന്ന കാര്യം ഓർക്കുകയാണ് അർച്ചന. സച്ചിയെ വിളിച്ചു എന്ന് കരുതിയത് തെറ്റായിരുന്നു. യഥാർത്ഥത്തിൽ അർച്ചന വിളിച്ചിരുന്നത് അനൂപിനെയായിരുന്നു. അനൂപ് പോലീസ് സ്റ്റേഷനിൽ നിന്നപ്പോഴാണ് അർച്ചന വിളിച്ചത്. എന്താ മോളെ, മീരി ഇറക്കാനുള്ള വല്ല വഴിയും കിട്ടിയോ എന്ന് അനൂപ് അർച്ചനയോട് ചോദിച്ചിരുന്നു. ഒന്ന് ശ്രമിച്ചു നോക്കാം അനൂപേട്ട. ഞാൻ പറയുന്ന സ്ഥലത്ത് അനൂപേട്ടൻ SP കൊണ്ട് വരണമെന്ന് അർച്ചന പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ അനൂപ് SP കൊണ്ട് അർച്ചന പറഞ്ഞ ഈ സ്ഥലത്തെത്തിയിരിക്കുന്നത് അജയനെ പോക്കാൻ. ശേഷം കാണിക്കുന്നത് വീട്ടിൽ അവന്തിക വളരെ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഈ അജയൻ എന്താ വിളിക്കാത്തത് എന്ന് അവന്തിക ഓർക്കുന്നുണ്ട്. ഉടൻ അവന്തിക ഫോൺ എടുത്ത് അജയന്റെ ഫോണിലേക്ക് വിളിച്ചു. എന്നാൽ അജയന്റെ ഫോൺ ഇപ്പോൾ SP യുടെ കസ്റ്റഡിയിലാണ്.
അവന്തികയുടെ റിംഗ് വന്നത് അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. അവന്തിക മേഡം എന്നായിരുന്നു അതിൽ ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നത്. അദ്ദേഹം ഫോൺ എടുത്തു. ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് കൊണ്ട് തന്നെ അവന്തിക ഫോൺ വെച്ചു. ശേഷം പോലീസിൻ്റെ മുന്നിലേക്ക് വരികയാണ് അനൂപും മീരയും സച്ചിയും. സച്ചി അവിടേക്ക് വന്നിട്ട് സാറിനോട് പറയുന്നു, സാർ ഇനി ഞങ്ങൾക്ക് എടുത്തേ കൊണ്ട് പോവാലോ അല്ലേ എന്ന്. കൂടെ അർച്ചനയും ഉണ്ടായിരുന്നു. കൂടാം സാഹചര്യ തെളിവുകൾ മീരയ്ക്ക് എതിരായത് കൊണ്ട് മീരയെ അറസ്റ്റ് ചെയ്തതാണ്. ഞാനല്ല, ഏത് പോലീസ് ഓഫീസറായാലും ഇതേ ചെയ്യൂ. ഇരിക്കട്ടെ അനൂപ് പറയുന്നു, അത് സാരമില്ല സാർ, മീര നിരപരാധിയാണെന്ന് തെളിഞ്ഞല്ലോ. അല്ലായിരുന്നെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിന് ജയിൽ ശിക്ഷ കൂടി അനുഭവിക്കേണ്ടി വരില്ലായിരുന്നോ? ഇരിക്കട്ടെ അദ്ദേഹം പറയുന്നു, അത് ശരിയാണ്. അതിന് എനിക്ക് നന്ദി പറയേണ്ടത് സച്ചിദാനന്ദനോടും അദ്ദേഹത്തിൻ്റെ ഭാര്യയോടുമാണ്. പ്രത്യേകിച്ചും ഇത്ര വാല്യൂബിളായ ഇൻഫർമേഷൻ തന്ന അർച്ചനയുടെ ഫ്രണ്ടിനോട്. കുറെ നാൾ കഴിഞ്ഞാണ് മീര നിരപരാധിയാണ് എന്ന് തെളിഞ്ഞതെങ്കിൽ വല്ലാത്ത കുറ്റബോധമായേനെ അത്. മീരയെ കൊണ്ട് സത്യം തെളിയിപ്പിക്കാനായി കുറച്ച് ഉപദ്രവിച്ചു എന്ന് SI പറഞ്ഞിരുന്നു. സോറി മീര, ഉണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു. മീര പറയുന്നു, അത് സാരമില്ല സാർ, ഇങ്ങനെ അനുഭവിക്കണമെന്ന് ചിലപ്പോൾ ഈശ്വരൻ തലയിലെഴുതി വെച്ചിട്ടുണ്ടായിരിക്കാം എന്ന് പറഞ്ഞിട്ട് മീര കരയുന്നു. അത് മാറ്റി എഴുതാനും മായ്ച്ചു കളയാനും നമുക്കാവില്ലല്ലോ എന്ന് കരഞ്ഞുകൊണ്ട് മീര പറയുന്നു, സാർ എനിക്ക് വേണ്ടി ഒരു ഉപകാരം കൂടി ചെയ്യണം. ഇവിടുത്തെ നടപടിക്രമം കഴിഞ്ഞെങ്കിൽ വേഗം ഒന്ന് പോകാൻ അനുവദിക്കണം. പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കാം ഇവിടുത്തെ അന്തരീക്ഷം എനിക്ക് വല്ലാണ്ട് ശ്വാസം മുട്ടുന്നുണ്ട്. അനൂപെ മീരയെ പുറത്തേക്ക് കൊണ്ടുപോയെന്ന് SP പറയുന്നു. അങ്ങനെ അനൂപും മീരയും പുറത്തേക്ക് പോകുന്നുണ്ട്. അജയൻ ഇത് ഒറ്റയ്ക്കാണ് ചെയ്തതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് SP സച്ചിയോട് പറയുന്നു. അവൻ പറയുന്ന കാരണം എനിക്ക് കൺവിൻസ് ആവുന്നില്ല. ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് കൊടുത്തില്ലെന്ന് കരുതി ഇങ്ങനെ ചെയ്യാൻ സാധിക്കോ? അതും ഇത്രയും നാൾ കഴിഞ്ഞിട്ട്. സച്ചി പറയുന്നു, അജയൻ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ ക്രിമിനലാണ് സർ. ആതിരയുമായുള്ള വിവാഹം ഉറപ്പിച്ച സമയത്ത് ഇവൻ ഇതുപോലെ പല തരികളകളും ഒപ്പിച്ചതാണ്. എൻ്റെ കുടുംബത്തെ ദ്രോഹിച്ചതിന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കണം സർ. അദ്ദേഹം പറയുന്നു, ഇത്രയും പേരെ വധിക്കാൻ ശ്രമിച്ചതിനും ഇന്ന് അർച്ചനയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിനും എല്ലാം ചേർന്ന് ഒരു FIR എഴുതുന്നുണ്ട് അവൻ്റെ പേരിൽ. അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. എങ്കിൽ നിങ്ങൾ ചെല്ലാൻ പിന്നെ മീരെ ഒന്ന് ആശ്വസിപ്പിക്കണം. ആ കുട്ടി വല്ലാണ്ട് പേടിച്ചിട്ടുണ്ട്. ശരി സാർ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി പോകുന്നുണ്ട്. കൂടെ അർച്ചനയും പോകുന്നു. പിന്നെയും അവന്തിക വിളിക്കുകയാണ് അജയന്റെ ഫോണിലേക്ക്. ഇതെല്ലാം അദ്ദേഹം ശ്രദ്ധിക്കുന്നു. അദ്ദേഹത്തിന്റെ മേശപ്പുറത്താണ് അജയന്റെ ഫോൺ ഇരിക്കുന്നത്. ശേഷം അദ്ദേഹം ഫോൺ എടുത്തു. ഹലോ എന്നെ പോലീസ് പറഞ്ഞപ്പോൾ ഹലോ അജയനല്ലേ എന്ന് അവന്തിക ചോദിക്കുന്നു. അല്ല, സ്ഥലം SP കൃഷ്ണയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അജയൻ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ അജയൻ പറയുന്നു, സോറി അവന്തിക പറയുന്നു, സാർ ഞാൻ നെല്ലിശ്ശേരിയിലെ അവന്തികയാണ്. അജയൻ സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയോ സാർ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പിടിച്ചതാണെന്ന് SP പറയുന്നു. പെട്ടെന്ന് അവന്തിക ഒന്നും മിണ്ടാതിരുന്നപ്പോൾ ഹലോ എന്നെ ഒരു സംശയത്തോടെ ചോദിക്കുകയാണ് SP. വീണ്ടും അവന്തിക ഹലോ സാർ. ശരി സാർ, എന്നാൽ ഞാൻ വെക്കട്ടെ എന്ന് അവന്തിക. എന്നാൽ അങ്ങനെ വെക്കാൻ അനുവാദം ചോദിക്കാൻ അവന്തിക എൻ്റെ ഫോണിലേക്ക് അല്ലല്ലോ വിളിച്ചത്. അവന്തിക സ്റ്റേഷൻ വരെ ഇപ്പോൾ ഒന്ന് വരണം, നമുക്ക് മുഖാമുഖം ഒന്ന് സംസാരിക്കാം, അതല്ലേ നല്ലത്. എന്താ വരില്ലേ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നു. വരാം സാർ, ഇപ്പോൾ വരാമെന്ന് അവന്തിക. എങ്കിൽ ശരിയെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് അദ്ദേഹം. ടെൻഷനോടെ അവന്തികയും. എന്തിനായിരിക്കും അവന്തിക അജയന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരിക്കുക? അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കുമോ എന്നൊക്കെ SP ഇങ്ങനെ ഓർക്കുകയാണ്, ആലോചിക്കുകയാണ്. പിടി വീഴുമോ എന്ന ടെൻഷനിൽ അവന്തികയും ഇരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തിക പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നു. എക്സ്ക്യൂസ് മീ സാർ എന്ന് പറഞ്ഞ് അവന്തിക വന്നപ്പോൾ SP എണീച്ചിട്ട് അവന്തിക മാഡം വരണം എന്ന് SP പറഞ്ഞപ്പോൾ അവന്തിക ചോദിക്കുന്നു, എന്തിനാണ് എന്നോട് വരാൻ പറഞ്ഞത്? ഒരു കാര്യം പറയാനാണ്. അവന്തികയ്ക്ക് അജയനുമായിട്ട് എന്താണ് ബന്ധമെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ടെൻഷനോടെ അവന്തിക നിൽക്കുന്നു. എന്തായാലും ഒരു ചെറിയ ബന്ധമല്ല അതല്ലേ? 2ൽ കൂടുതൽ തവണ അജയന്റെ ഈ ഫോണിലേക്ക് വിളിച്ചത്? അത് സാർ മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ കുടുംബത്തോട് എന്തിനാണ് ഈ ക്രൂരത ചെയ്തതെന്ന് എനിക്കറിയണം. അതാണ് അവൻ്റെ പരിചയക്കാരിൽ നിന്നും നമ്പർ സംഘടിപ്പിച്ച് വിളിച്ചത്. വൃന്ദാവനം വീട്ടിലെ ഒരു പെൺകുട്ടിയെ കിട്ടിയില്ല എന്ന് കരുതി ഞങ്ങൾ കുറേ പാവങ്ങളെ എന്തിനാണ് വെറുതെ കൊല്ലാൻ നോക്കിയതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനെ വിളിച്ചു നോക്കിയത്. ആ ഒരു ഉദ്ദേശമേ എനിക്കുണ്ടായിരുന്നുള്ളൂ എന്നും അവന്തിക. ഉദ്ദേശം കൊള്ളാം, അപ്പോൾ നിങ്ങൾ തമ്മിൽ പരിചയമേ ഇല്ലെന്നാണോ അവന്തിക പറഞ്ഞു വരുന്നത് എന്നെ പോലീസ് പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, അങ്ങനെ അടുത്ത പരിചയമില്ല സാർ. ആതിരെ വിവാഹം കഴിക്കുന്ന സമയത്ത് എപ്പോഴേക്കോ കണ്ടിട്ടുണ്ട്. അങ്ങനെ എപ്പോഴോ കണ്ടിട്ടുള്ള ബന്ധമല്ലല്ലോ നിങ്ങൾ തമ്മിലുള്ളത്. ഒരു പരിചയമില്ലാത്ത ഒരാളുടെ നമ്പർ എന്തിനാണ് അവന്തിക മാഡം എന്ന് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അജയൻ എന്നെ പോലീസ് പറഞ്ഞപ്പോൾ ഞെട്ടലോടെ വീണ്ടും നിൽക്കുകയാണ് അവന്തിക. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അജയനോടൊന്ന് ചോദിക്കാം, അവൻ എന്താണ് പറയാനുള്ളത് എന്നൊന്ന് കേൾക്കാമല്ലോ എനിക്ക് SP പറയുന്നുണ്ട്. അജയനെ അവിടേക്ക് കൊണ്ടുവരാനും കോൺസ്റ്റബിളിനോട് പറയുന്നു. അജയൻ പറഞ്ഞു കഴിഞ്ഞു. അജയൻ ഒറ്റയ്ക്കാണ് അത് ചെയ്ത് കഴിഞ്ഞെന്നും വേറെ ആർക്കും അതിലൊരു പങ്കുമില്ലെന്നും പിന്നെ അവന്തിക എന്തിനാണ് പലതവണ വിളിച്ചതെന്നും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും ഒന്നറിയണം എന്നൊക്കെ അവന്തികയോട് പോലീസ് പറയുന്ന സമയത്ത് അജയനെ കോൺസ്റ്റബിൾ അവിടേക്ക് കൊണ്ടുവന്നു. അജയനെ നടക്കാൻ വലിയ പ്രയാസമുണ്ട്.
പറ അജയ, ഈ നിൽക്കുന്ന അവന്തിക എങ്ങനെയാണ് നിന്റെ മേഡമായതെന്ന് പോലീസ് അജയനോട് ചോദിക്കുന്നു. നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയം? എന്താണ് പരിചയം? ഉള്ളതുപോലെ പറഞ്ഞേക്കണം, ഇല്ലെങ്കിൽ ഇത്രയും നേരം കിട്ടിയതുപോലെ ആയിരിക്കില്ല. ഇരിക്കേട്ട് അജയൻ പറയുന്നുണ്ട്. ഞാൻ പറയാം സർ, എല്ലാം ഞാൻ പറയാം. ഞാൻ ഇന്നലെ ഈ മേഡത്തിനെ ഫോണിൽ വിളിച്ചിരുന്നു. എന്തിന്? ആ നമ്പർ എവിടെ നിന്ന് കിട്ടി? എന്നെ പോലീസ് ചോദിച്ചപ്പോൾ നമ്പർ ഒരു സുഹൃത്ത് മുഖേന കിട്ടിയതാണെന്ന് അജയൻ കള്ളം പറയുന്നു. ഞാൻ വിളിച്ചിന്നലെ ഈ മേഡത്തിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്ത് ഭീഷണി എന്ന് പോലീസ് ചോദിക്കുന്നുണ്ട്. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചില്ലെങ്കിൽ ഇനിയും ഞാൻ ആരെങ്കിലും കൊല്ലുമെന്നാണ് പറഞ്ഞത്. ഭീഷണിപ്പെടുത്തി രക്ഷപ്പെടാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ നിന്റെ ഫോണിൽ അവന്തിക മേഡമിന് സേവ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് പോലീസ് ചോദിക്കുന്നുണ്ട്. അജയൻ ഈ കള്ളത്തരം പറഞ്ഞതുകൊണ്ട് തന്നെ അവന്തിക ഒരു സന്തോഷത്തോടെയും സമാധാനത്തോടെയും നിൽക്കുകയാണ്. അത് സാറേ, ഇവരുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്നാണ് നമ്പർ വാങ്ങിച്ചത്. അവൻ സേവ് ചെയ്തിരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് അജയൻ പറഞ്ഞപ്പോൾ വീണ്ടും പോലീസ് ചോദിക്കുന്നു. നിന്നോട് അവസാനമായി ഞാൻ ചോദിക്കുകയാണ്, ഈ കൊലപാതകത്തിന് പിന്നിൽ നിന്നെ സഹായിക്കാൻ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? അതോ ആരെങ്കിലും പറഞ്ഞിട്ടാണോ നീ ഇത് ചെയ്തത്? ഇത് കേട്ട് അജയൻ പറയുന്നു. ഇല്ല സാർ, ഞാൻ ഒറ്റയ്ക്കായിട്ടെല്ലാം ചെയ്തത്. വേറെ ആരുടെയും സഹായമില്ലായിരുന്നു. ഇവനെ കൊണ്ടുപോയെന്ന് കോൺസ്റ്റബിളിനോട് പോലീസ് പറയുന്നുണ്ട്. ഇതെല്ലാം അവന്തിക കണ്ടിട്ട് ഒരു ചെറു പുഞ്ചിരിയോടെ നിൽക്കുന്നു. അജയനെ കൊണ്ടുപോയതിനു ശേഷം അവന്തിക പറയുന്നു, സാറിൻ്റെ സംശയം മാറിയെങ്കിൽ എനിക്ക് പോകാലോ? ഒരാൾ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെങ്കിൽ അത് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് അവന്തികയ്ക്ക് അറിയില്ലേ എന്ന് പോലീസ് പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നുണ്ട്. അത് അവൻ്റെ ഉദ്ദേശം പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ട് പറയാം എന്ന് കരുതി. അതാണ് സാർ. അവന്തിക പൊയ്ക്കോളൂ എന്ന് പോലീസ് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവന്തികയും പോകുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.